ഹലോ നമസ്കാരം. ശരീരത്തിൽ മുഴുവൻ നീർക്കെട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? പലപ്പോഴും പല ഫാർമസികളിൽ നിന്നും മരുന്ന് മേടിക്കുകയും അതുപോലെ ഉള്ളിലേക്ക് കഴിക്കുകയും അതുപോലെ തന്നെ പുറമെ പുരട്ടുകയൊക്കെ ചെയ്തിട്ടും ഇതിനൊരു മാറ്റമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പൂർണ്ണമായിട്ട് കാണാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോ ശരീരത്തിൽ നീർക്കെട്ട് വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് ശരീരം മൊത്തം നീർക്കെട്ട് വരും, ചിലർക്ക് കണ്ണിന് ചുറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തായിരിക്കും, കഴുത്തിലായിരിക്കും സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് പോലെ വരുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ സന്ധികളില്, നമ്മുടെ കൈകാലുകളില്, കാൽമുട്ടില്, അതുപോലെ കൈക്കുഴയില്, അതുപോലെ തന്നെ നമ്മുടെ വിരലുകളുടെ സന്ധികളില്, റിസ്റ്റ് ജോയിന്റില്, ഇങ്ങനെ തുടങ്ങി നടുവില് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ചില സന്ധികളിൽ ഇതുപോലെ ഇൻഫ്ലമേഷൻസ്, അതുപോലെ ഇങ്ങനെ നമുക്ക് നീര് പോലെ എഡിമ പോലെയൊക്കെ കാണുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഉടനെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹോം റെമഡി പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുവക നമ്മൾ ചെയ്യുക, അത് പൂർണ്ണമായിട്ട് മാറാതെ ഇത് കാലങ്ങളോളം വെച്ച് ഉന്തുകയാണ് നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ എന്തുകൊണ്ടാണ് ഈ നീര് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് നീര് വരാനായിട്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൽ നമ്മൾ കൂടുതൽ നേരം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്ന് ജോലി ചെയ്യുന്ന, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ വീട്ടില് അമ്മമാരായാലും സ്ത്രീകളായാലും ഒക്കെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണ് അല്ലെ, ഹൗസ് വൈഫ്, അത്തരം നേരം നിന്ന് ജോലി ചെയ്യുന്നവർ, അതുപോലെ നഴ്സുമാര്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, ഇതുപോലെ തന്നെ നമ്മള് ബസ്സിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. ഇപ്പൊ എനിക്ക് എല്ലാ ജോലിയിലും ഏർപ്പെട്ടവരെ പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന അവസ്ഥകളിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഇത് നീർക്കെട്ട് എന്ന് പറയുന്നത് ഇതൊരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, എഡിമ പോലെ ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ചിലപ്പോഴും നമുക്ക് കണ്ണിന് ചുറ്റും വരാം, ചിലപ്പോൾ മുഖത്ത് മാത്രമായിട്ട് നീര് വരുന്നതായിട്ടൊക്കെ കാണാം. അപ്പൊ ഇത് പല രീതിയിലാണ് ഈ ഒരു നീർക്കെട്ട് വരുന്നത്. അപ്പൊ ഇതിന് ഓരോന്നിന്റെയും ലക്ഷണങ്ങളുണ്ട്, അതനുസരിച്ച് നമുക്ക് ഇതിനെ തരംതിരിക്കാനും സാധിക്കും. അത് ഞാൻ ലേറ്റർ ഓൺ പറയാം. അപ്പൊ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നീര് വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് ഹൃദയ സംബന്ധമായ ഇഷ്യൂ ആണെന്നും കിഡ്നി സംബന്ധമായ ഇഷ്യൂ ആണെന്നും ലിവർ സംബന്ധമായ ഇഷ്യൂ ആണെന്നും ഒക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത്തരം അസുഖങ്ങൾ കൊണ്ടും നമുക്ക് നീര് വരാം, പക്ഷെ എല്ലാ നീരും ഇതുകൊണ്ട് മാത്രം വരുന്നതല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടതാണ് വളരെ അത്യാവശ്യം വരുന്നത്. പിന്നെ വരുന്നത് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ. അപ്പൊ വെരിക്കോസ് വെയിന് തുടക്കത്തിലൊന്നും വലിയ നീർക്കെട്ടുകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതില് നീർക്കെട്ട് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, തരിപ്പ്, കഴപ്പ്, മരവിപ്പ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ ചുട്ടുനീറ്റല് പോലത്തെ പ്രശ്നങ്ങൾ വരും. അത് വെരിക്കോസ് വെയിൻ ആണ്, അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് സംബന്ധമായ ഇഷ്യൂസ് ഉള്ളവര്, കിഡ്നി സംബന്ധമായ ഇഷ്യൂസ് ഉള്ളവര്, ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവര്, പിന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ കൗണ്ട് കുറയുന്ന അവസരത്തില് അനീമിയ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം രീതിയിൽ നമുക്ക് ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് നീർക്കെട്ട് ശരീരത്തിൽ വരുന്നത് സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസ്, നമുക്കറിയാം നമ്മള് സ്പോർട്സ്, ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബോൾ കൊണ്ട് പലപ്പോഴും നമുക്ക് പല ലൊക്കേഷൻസിലും ഒരുപാട് നീർക്കെട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ തട്ടുന്ന സമയത്ത് ചിലപ്പോൾ നീരൊന്നും വെച്ചിട്ടുണ്ടാവില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ ഭാഗത്ത് നല്ല രീതിയിൽ നീര് വെച്ചതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെയും നമുക്ക് പലപ്പോഴും സ്പോർട്സ് ഇഞ്ചുറീസിന്റെ ഭാഗമായിട്ടും നീർക്കെട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പലപ്പോഴും അവിടെ മസില് വലിയ, അല്ലെങ്കിൽ ടെൻഡൻസ് വലിയ, അല്ലെങ്കിൽ ടെൻഡൻസ് ടിയേഴ്സ് വരാം, അതുപോലെ ലിഗമെന്റ് ടിയർ വരാം, അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ മസില് പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെ നീർവീക്കം പോലത്തെ ബുദ്ധിമുട്ടുകളായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് അറിയുന്ന പോലെ ആമവാദം, സന്ധിഗതവാദങ്ങൾ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്തെ ഇഷ്യൂസ് ഉള്ള ആളുകളിലൊക്കെ സാധാരണയായിട്ട് ഇത്തരം നീർവീക്കങ്ങളും പ്രശ്നങ്ങളും കാണാറുണ്ട്. പിന്നെ അഫ്കോഴ്സ് നമുക്കറിയാം ഡീജനറേറ്റീവ് ചേഞ്ചസ്, നമ്മുടെ നീ ജോയിന്റ്സിലൊക്കെ വരുന്ന ഡീജനറേറ്റീവ്, നടുവിലും വരാം, കഴുത്തിൽ വരാം, സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് പോലത്തെ തേയ്മാനം പോലത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം ഇത് വരാം. അതുപോലെ തന്നെ സ്കോളിയോസിസ്, ഇങ്ങനെ അസ്ഥി വളയുന്ന പോലത്തെ പ്രശ്നങ്ങളുള്ള ആളുകളില്, അതുപോലെ ഡിസ്ക് പ്രൊലാപ്സ്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം നീർവീക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടനവധി കാരണങ്ങളുണ്ട്. പക്ഷെ ഫസ്റ്റേ നമ്മുടെ ശരീരത്തിൽ നീര് വെച്ച് തുടങ്ങുമ്പോൾ എല്ലാ ആളുകളും പേടിക്കും, എനിക്ക് എന്തെങ്കിലും മാരക രോഗമുണ്ടോ എന്നൊക്കെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ മാരക രോഗം കൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. അത് കൃത്യമായ കാരണം മനസ്സിലാക്കി അതിനെ ചികിത്സിച്ചാൽ ഇത് ഏകദേശം 1 മാസം 2 മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ആയുർവേദത്തിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ.
അപ്പോ സാധാരണയായിട്ട് നമുക്ക് വരുന്ന ചില ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കും. അപ്പൊ മുഖത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു നീര് വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് രാവിലെ തുടങ്ങി ഒരു ഏകദേശം ഒരു ഉച്ചയ്ക്കപ്പുറം ഉച്ചയായിട്ടില്ല, ഉച്ച എത്തണേന് ഒരു 11 മണി വരെയൊക്കെ നമുക്ക് ആ ഒരു നീര് നിൽക്കുക. അതിനുശേഷം അതങ്ങ് തന്നെ മാറുന്ന ഒരു നീരാണെങ്കിൽ പൊതുവെ ഇത് നമുക്ക് കിഡ്നി സംബന്ധമായ ഇഷ്യൂസുകൾ, തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉള്ളവരിൽ ഇത്തരം തരത്തിലുള്ള നീരായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ചില ആളുകളിൽ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാകുന്ന നീരാണെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേര സമയത്തിന് ശേഷവും ഈ നീര്, അല്ലെങ്കിൽ രാത്രി സമയത്തിന് ശേഷവും ഈ നീര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി കാലില് മാത്രം വരുന്ന നീര്, അത് കിഡ്നി സംബന്ധമായിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ലിവർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വരാം. പിന്നെ നമുക്ക് അസൈറ്റിസ് പോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം കാലില്. പിന്നെ ഉപ്പുറ്റിയിലൊക്കെ നമുക്കറിയാം ഇങ്ങനെ നീര് വരിക, അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉപ്പുറ്റിയിൽ വേദന, നീർവീക്കം, അത് പലപ്പോഴും നമുക്ക് കാൽക്കേനിയസ് സ്പെർ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് വരാം. പ്ലാന്റാരിസ് ഫെസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പരിഭ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ലക്ഷണങ്ങൾ, ദോഷപ്രകൃതി, ശരീരപ്രകൃതി, നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള മറ്റ് കംപ്ലയിൻസ്, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഔഷധങ്ങളും പഥ്യങ്ങളും കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാലം കൊണ്ട് 2 മാസക്കാലം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു നീര് മുഴുവൻ പൂർണ്ണമായിട്ട് പോവുകയും നിങ്ങൾക്ക് സമാധാനമാവുകയും, കാരണം നീരുണ്ടെങ്കിൽ നമുക്കൊരു ശരീരത്തിന് ഒരു തരത്തിലുള്ള ഒരു സമാധാനവും പറ്റില്ല, നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും എന്നുള്ളത് ഷുവറാണ്. കാരണം നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാലിലൊക്കെയാണ്. ഏത് ശരീരം മൊത്തം ഉള്ളവരുടെ കാര്യം പിന്നെ പറയും വേണ്ട, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് കൃത്യമായ ഔഷധങ്ങൾ എടുക്കുക. അത് ഡോക്ടറെ കണ്ട് തന്നെ, നമ്മൾ ഫാർമസിയിൽ പോയിട്ട് ഒരു മരുന്ന് മേടിച്ച് ഉപയോഗിക്കാതെ നമ്മൾ ഡോക്ടറെ കണ്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു ശാശ്വത പരിഹാരമായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്യേണ്ടി പലപ്പോഴും വരാറുണ്ട് ചില കണ്ടീഷൻസിലൊക്കെ. എല്ലാ കണ്ടീഷൻസിലല്ല, കുറെ നാളുകളായിട്ടൊക്കെ ഇങ്ങനെ നീര് കൊണ്ട് നടക്കുക, അത്തരം ആളുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ESR, കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ESR നോക്കാനായിട്ട് പറയും. അപ്പൊ ESR, അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് കുറവാണോ എന്ന് നോക്കാനായിട്ട് HB നോക്കും, അതുപോലെ CBC, അങ്ങനെ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച്, എല്ലാവരിലും ചെയ്യണം നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിലൊക്കെ നമുക്ക് പരിശോധനയും അത് കൃത്യമായിട്ട് അതിനുള്ള ഔഷധങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീർവീക്കങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ, പരിഹാരമുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നീർക്കെട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദ ചികിത്സ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ആയുർവേദത്തിലൂടെ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.